ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഷീൻ ഇപ്പോൾ അടിച്ചിട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് ഫിഷിങ്ങിന് നമ്മുടെ സെയിം സ്പോട്ടിൽ തന്നെ വന്നേക്കണേ. ഇന്നിപ്പോൾ മിഷീൻ ചൂണ്ട അടിച്ചിട്ടുണ്ട്. ചെറിയ മണിയാണ് അടിച്ചിട്ടാണേ. അതിൽ മീൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടുമോ നമുക്ക് നോക്കാം. കഴിച്ചുകൊണ്ട് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. ഇപ്പോൾ കിട്ടണേ കരിമീനെ കിട്ടുള്ളൂ. നമുക്ക് തീറ്റ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിട്ട് നോക്കാം. ഞാൻ എന്തായാലും മീൻ കിട്ടുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം. വേറെ ആരും ഇല്ല സഹായിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ചൂണ്ടിടുന്ന ആൾക്കാർ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ പുഴയിൽ നല്ല വെള്ളം കൂടുതലുണ്ട്. ഇപ്പോൾ തടയുടെ മുകളിൽ കൂടെയാണ് വെള്ളം ഒഴുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നമ്മുടെ ഇവിടെ പായലും ഇതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. വെള്ളം കൂടുതലുള്ള സമയത്ത് മീൻ കിട്ടാറുണ്ട്. വെള്ളം ഇങ്ങനെ കയറി കിടക്കണേ എന്തായാലും നല്ലൊരു സൈനാണ്. നമുക്ക് നോക്കാം. അവിടെ മീനൊക്കെ മറയുന്നുണ്ട്. ആ ഭാഗത്ത് മെഷീൻ അടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല കൊത്തുണ്ട്. എന്തിട്ട് മീനാണെന്നറിയില്ല. ഞാൻ മീൻ കിട്ടിയതിനെ കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ ഇവിടെ നല്ല മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കാം. മെഷീൻ അടിച്ച സ്ഥലത്ത് ചെറിയ മീനുകൾ മറയുന്നുണ്ട്. ഗായ്സ്, നമുക്ക് ആദ്യത്തെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയത് നമുക്ക് പരലാണ്. അത്യാവശ്യം നല്ല വലിയ പരലാണ്. നമുക്ക് എടുക്കാം. കുറച്ച് നേരം ചൂണ്ടിട്ടിട്ട് നല്ല കൊത്തുണ്ട്. പക്ഷേ ഇങ്ങനെ ഉടായ്പ കൊത്തണത്. അപ്പോൾ എപ്പോഴാണ് കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം വലിയ പരലാണ്. നമുക്ക് നോക്കാം വേറെ മീൻ കിട്ടുമോ നോക്കാം. നമ്മൾ മിഷനിൽ തീറ്റ എന്തായാലും മാറ്റിയിട്ടുണ്ട്. വലിയ സെറ്റ് എടുത്തിട്ടു. കാരണം എന്ന് വെച്ചാൽ ചെറിയ സെറ്റ് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ വലിയ സെറ്റ് എടുത്ത് നമ്മൾ കുറച്ച് ലോങ് അടിച്ചിട്ടുണ്ട്. മിഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവനെ വലയിലിടാം. ഗായ്സ്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കരിമീനാണ് കിട്ടിയത്. ഇവന്മാർ കൊത്തി നിന്ന് പ്രാന്താക്കും. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവനെ കിട്ടണേ. എന്തായാലും നമുക്ക് കുറച്ചേരം കൂടി ഇട്ട് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ കൊത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വലിയതൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും അടിച്ച് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം വലിയത് കിട്ടുമോ നോക്കാം. മിഷേനുമേൽ എനക്കൊന്നുമില്ല. അങ്ങനെ മെഴുകുതിരി കത്തിച്ച് പോലെ തന്നെ നിൽക്കണം. കഴിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വേറെ കിട്ടുമോ നോക്കാം. കേസ് നമ്മൾ സ്ഥലം ഒന്ന് മാറി. കാരണം അവിടെ മീൻ ഭയങ്കര ശോകം കൊത്ത്. ഇനി വല്ല തോട്ട പൊട്ടിയിട്ടുണ്ടോന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ നേരെ നമ്മുടെ മുകളിലേക്കുള്ള ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്ന ഭാഗമാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ മീൻ കിട്ടണേ. നമുക്ക് ആകെ ഇപ്പോൾ നിലവിൽ 2 മീനൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഒരു ചെറിയ കരിമീൻ, ഒരു പരല്. ഓക്കെ, നമുക്ക് നോക്കാം മീൻ ഏതെങ്കിലും കിട്ടുമോ നോക്കാം. അവിടെ മീനൊക്കെ കിടന്ന് മറിയണണ്ട. 2 മീനാണെന്നറിയില്ല. നമുക്ക് നോക്കാം. മിഷൻ എന്തായാലും അവിടെ അടിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും കിട്ടുമോ നോക്കാം. കഴിച്ചുകൊണ്ടില്ല നോക്കാം. ഇത് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് കൊഴുക്കുത്തിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൈസാണ്. ഇത്ര ചെറുതല്ല, എന്നൊരു വലുതല്ല, ഒരു ഇടത്തരം. നമുക്ക് ഇവനെ വലയിലിടാം. ഇവിടെ നല്ല കൊത്തുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ മീനെ കിട്ടണേ നോക്കാം. ഗൈസ്, അങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് നമുക്ക് രണ്ടാമത് ഇവിടെ നിന്നൊരു മീൻ കിട്ടി. കൊത്തി വലിച്ചിട്ട് ഓടുന്നുണ്ട്. പക്ഷേ രക്ഷയിൽ കിട്ടണില്ല. എന്താണെന്ന് അറിയില്ല. ഇന്ന് തീറ്റ ഉണ്ടാക്കിയത് ശരിയായോ എന്നറിയില്ല. നമുക്ക് നോക്കാം. സമയം ഏകദേശം 4:45 ആയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും മീൻ കിട്ടുമോ നോക്കാം നമുക്ക്. ഗൈസ്, നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. സ്റ്റിക്ക് കണ്ട വളഞ്ഞ് പോണേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ്. മീൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. കോഴിക്കുത്തിയാണ്. അതുപോലെ പൊക്കിയിടാം. അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് അവനെടുക്കാം. കുഴപ്പമില്ലാത്ത സൈസാണ്. ഗായ്സ്, നമുക്ക് ലൈവായിട്ട് മീൻ കയറാൻ നോക്കാം. ഇപ്പോൾ നല്ല കൊത്തുണ്ട്. സമയം ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 5 മണിക്ക് കഴിഞ്ഞ് ഇവിടെ നല്ല കൊത്തു വരാറുണ്ട്. നമുക്ക് ലൈവായിട്ട് മീൻ കയറാൻ നോക്കാം. മിഷീനിൽ അടിച്ചിട്ടുണ്ട്. ഗൈസ്, നമുക്ക് മിഷീനൊന്ന് പോയി എടുക്കാം. നല്ല മീനാണ്. മിഷീനിൽ അടിച്ച് കിട്ടിയതും ഏകദേശം നല്ല വലിപ്പമുള്ള കൊഴുക്കുത്തിന്. അവനിപ്പോൾ പോയാനേ ജസ്റ്റ് മിസ്. മിഷീൻ കറക്കണമെന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല മീൻ കയറ്റണത്. ഓക്കെ, നമുക്ക് അടുത്തൊരു തീറ്റ അടിച്ചിട്ട് നോക്കാം മിഷീനിൽ. മീൻ ഇപ്പോൾ കൊഴുക്കുത്തി അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കൊഴുക്കുത്തി കിട്ടും. ഗായ്സ്, നമ്മൾ അടുത്ത തീറ്റ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് മിഷീനിൽ. കൊഴുക്കുത്തി അടിച്ചു തുടങ്ങി അടിച്ച് കിട്ടേണ്ടതാണ് മിഷീനിൽ. സമയം 5 മണി ആയിട്ടുണ്ട്. സൂര്യനൊക്കെ ഒന്ന് ഒതുങ്ങിയുണ്ട്. കഴിച്ചുകൊണ്ടാകുമ്പോഴേക്കും നമുക്ക് മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അവിടെ പോയി കഴിച്ചുകൊണ്ടാകുമ്പോൾ നോക്കാം. കരിമീൻ്റെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊഴുക്കുത്തി അങ്ങനത്തെ മീനുകളൊക്കെ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിച്ചുകൊണ്ടാകുമ്പോൾ നമുക്ക് കൊഴുക്കുത്തിനെ കയറണേ. ഞാൻ ഇനിയിപ്പോൾ ലൈവായിട്ട് കയറാമെന്ന് നോക്കാം. ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ കിട്ടേണ്ടതാണ്. ഗൈസ്, അടുത്ത തീറ്റ ഇട്ട് വെച്ചിട്ടുണ്ട്. ലൈവായിട്ട് കയറിനെ പിടിക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ഹോൾഡ് ചെയ്യാനായിട്ട് മൊബൈൽ സ്റ്റാൻഡ് അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ഇല്ല. ഇനി പതിയൊക്കെ അതെടുത്ത് തുടങ്ങണം. എന്തായാലും വീഡിയോ കാണാനവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കൊക്കെ അടിക്കുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നല്ല കൊത്തുണ്ട്.
ഏത് മീനെ കയറണേന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കോക്ലാഞ്ച് കിട്ടി. അവൻ വന്നപ്പോഴേക്കും അത് പോയി. അവന് ജീവിക്കാൻ വേണ്ടി യോഗ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളടുത്ത തീറ്റ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം ഇതിൽ കിട്ടുമോ നോക്കാം. കൊത്തുണ്ട്, നല്ല കൊത്തുണ്ട്. അവന്മാരെ സമയം ആയതുകൊണ്ട് നല്ല കൊത്താണ്. ഗൈസ് തീറ്റ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പൊന്തി പോകുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ കൊത്ത് നോക്കിയോളൂ. കണ്ട 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 നല്ല കൊത്തുണ്ട്, നല്ല വലിയും വലിക്കുന്നുണ്ട്. ചെറിയ തീറ്റ ഇട്ടാണ്, ഏത് മീനാണെന്നറിയില്ല. പതിയെ താഴ്ത്തുണ്ട്. ഇല്ല, ആ തീറ്റ പോയി. ഗൈസ് നമ്മുടെ പൊന്തി കണ്ട, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ നിങ്ങൾ. അത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന നല്ല കൊത്തും മീൻ കൊണ്ടുപോകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് താഴത്ത് നിന്നേക്കാൾ എന്തായാലും അത്യാവശ്യം മീൻ ഇവിടെ വന്നപ്പോൾ കിട്ടി. താഴെ നമ്മളിങ്ങനെ ഇട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മൊത്തം പാടയും എന്നുള്ളതിനോട് നമുക്ക് ക്ലിയറായിട്ട് കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറിയ തീറ്റ ഇടുന്നതിനോട് പെട്ടെന്ന് തീറ്റ പോകുന്നത്. നമുക്കൊന്ന് വലുതാക്കി ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ വലിയ തീറ്റ ആക്കി ഇട്ടേണേ കുളത്തുമേ. സ്ഥലം മാറിപ്പോയി, നമുക്ക് നോക്കാം. അവിടെ നിന്ന് ഏതാ മീൻ കിട്ടാന്ന് നോക്കില്ല. നമ്മൾ സ്ഥിരം ഇങ്ങനെ വീണ സ്ഥലത്ത് തന്നെ മീൻ പെടാന്ന് വന്ന് തീറ്റ എടുക്കും. നല്ല കൊത്തുണ്ട്. കൊത്തി 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 നമുക്ക് ഫസ്റ്റത്തെ കരിമീൻ കിട്ടിയ സ്ഥലമാണ് ഇത്. അന്ന് ഇതുപോലെ തന്നെ കരിമീൻ ഇങ്ങനെ കൊത്തി 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 കൊണ്ടുപോയിട്ടാണ് നമുക്ക് കരിമീൻ കിട്ടിയത്. അത്യാവശ്യം വലിപ്പമുള്ള കരിമീനായിരുന്നു. അങ്ങനത്തെ കൊത്തുന്ന കരിമീനാണ് കൊത്താറ്. എടുത്തിട്ടൊരു ഒറ്റ ഓട്ടോ ഇടും അവസാനവന്മാർ തിന്ന് 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 തിന്ന്. അല്ലെങ്കിൽ തീറ്റിട്ട് പോവാറ്. എന്തായാലും അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല കരിമീൻ കിട്ടുന്ന സീസണാണ്. നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ കാണാൻ പറ്റും മീൻ പിടുത്തം. ഇന്ന് ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ന് പോത്തിൻ്റെ ശല്യമൊന്നുമില്ല. പോത്തൊക്കെ ആ സൈഡിലാണ് നിൽക്കണേ, അപ്പുറത്തെ കട്ടയിൽ. അല്ലെങ്കിൽ അവന്മാർ ഇവിടെ നിന്ന് കലക്കി മറിച്ചൊക്കെ പോവാറ്. ഭാഗ്യത്തിനൊന്നും ഇപ്പോൾ അവന്മാരെ ശല്യമില്ല. നമുക്കിവിടെ വരുമ്പോൾ ഒരു കരിമീൻ കിട്ടാറുള്ളതാണ്. എന്നിട്ടാണ് അവട്ട് കൊത്തണേ. കരിമീൻ കിട്ടണമെങ്കിൽ കാണാൻ, വീഡിയോയിൽ കാണാനായിട്ടൊരു അത്യാവശ്യം നല്ല വിഷ്വലായേനെ. എന്തായാലും കൊത്തി കൊത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണില്ല. ഞാൻ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ബ്രാവോടെയാണ്, 12 അടി. പിന്നെ മിഷൻ വൈൽഡ് കാറ്റിൻ്റെ ഷാർക്കാണ്. നിന്ന് വയ്യാണ്ടായി ഗൈസ്. ഞാൻ കുറച്ചേരം ഇരുന്നു. പിന്നെ ഇവിടെയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ റിസോർട്ടൊക്കെ ഉള്ളതിനോണ്ട് പാട്ടൊക്കെ കേട്ടിരിക്കാം. ഈ സമയമാകുമ്പോഴേക്കും പാട്ടൊക്കെ കേട്ട് സുഖമായിട്ടിരിക്കുക ഗൈസ്. അങ്ങനെ നമുക്ക് നിന്ന് ഇപ്പോൾ ഒരു പരലടിച്ചിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട്. 6 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനടിക്കുന്ന സമയമായി. ചെറിയ ഗ്യാപ്പിട്ടാണ് മീനടിക്കണേ. റിസോർട്ടിൽ നല്ല പാട്ടും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. നല്ലൊരു വൈബ്. മിഷേലിൽ പിന്നെ വേറെ തൊട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി തീറ്റിടാം. പോണേക്ക് മുമ്പ് ഒരു ഉണ്ടം കൂടി അടിച്ചിട്ട് പോവാം. ഗൈസ് നമ്മൾ ഇവിടെ നിന്നും വന്നിട്ട് കരിമീൻ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം അത്ര ചെറുതല്ല, എന്നാൽ അത്ര വലുതല്ല. നമുക്ക് ഇങ്ങനെ എടുക്കാം, കളയണില്ല. കൊത്തി കിട്ടിയതല്ല. ഇനി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി കിട്ടുമെന്ന് അറിയില്ല. സമയം ഇപ്പോൾ 6 മണിയായപ്പോൾ നമുക്കൊരു കരിമീൻ കിട്ടി. നമുക്കൊരു പരലും കൂടി കിട്ടിയിട്ടുണ്ട്. 6 മണിയായപ്പോൾ അത്യാവശ്യം കൊത്തായി ഇട്ട് വലിക്കേണ്ട താമസം. നമുക്ക് അടുത്ത മീനെ കിട്ടുമോ നോക്കാം. അടുത്ത മീൻ എന്തായാലും കിട്ടും. നമുക്ക് അടുത്ത മീനെ പിടിക്കാം. നമുക്ക് പരലാണ് കിട്ടിക്കൊണ്ടിരിക്കണേ. ഇപ്പം എന്തായാലും 6:06 കോക്കളഞ്ച് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഒരു 10-15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് പതിയെ കയറാൻ അതിൻ്റെ ചെയ്യാം. നല്ലൊരു വിഷ്വൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കൊക്കുകളൊക്കെ ആ വഴി പോയി, അതിങ്ങനെ പറന്ന് അങ്ങോട്ട് പോയി. ഈ വഴി വന്നില്ല, ക്ലിയർ ആയില്ല, പോയി അവന്മാർ പോയി. ഗൈസ് ഏകദേശം ഇരുട്ടായി. ഒരു 6:30 കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇരുട്ടായി. കാർമേഘങ്ങൾ വന്നു. കാണാൻ പറ്റുന്നുണ്ടോ? നിറച്ച് കാർമേഘങ്ങൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടായി. നമുക്കിന്ന് കിട്ടിയ മീൻ ഇതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുഴിക്കുത്തി, പരല്, കരിമീൻ, അങ്ങനെ കറക്കേടില്ലാത്ത മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മെന്ന് വന്നാലും നമുക്ക് മീൻ കിട്ടും, അത് വേറെ കാര്യം. പതിയെ വീഡിയോ അതിൻ്റെ പോയി നോക്കട്ടെ. സമയം ഇരുട്ടി തുടങ്ങി, പതിയെ കയറാം.